നോറ ഔട്ട് ആയതിന്റെ പിന്നിൽ നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്? ഫുൾ ഡീറ്റെയിൽസ് കിട്ടിയിരിക്കുകയാണ്. സായിക്ക് 20 ലക്ഷം രൂപ വരെ പണപ്പെട്ടിയിൽ നിന്ന് എടുക്കാമായിരുന്നു. അത്രയ്ക്കും തുക പണപ്പെട്ടിയിൽ വരാനിരുന്നതാണ് എന്ന് ലാലേട്ടൻ ഇന്ന് പറയുന്നുണ്ട്. എന്താണ് സംഭവങ്ങൾ? വീക്കെൻഡ് എപ്പിസോഡ്, സാറ്റർഡേ എപ്പിസോഡിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞു. ആ ഷൂട്ടിംഗ് അവിടെ നടന്ന സംഭവങ്ങൾ, വിവരങ്ങളൊക്കെ അറിഞ്ഞിരിക്കുകയാണ്. പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ എക്സ്ക്ലൂസീവ് ജെനുവിൻ ബിഗ് ബോസിന്റെ ഫാസ്റ്റ് അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാതെ കാണുന്നവർ മറക്കാതെ പേജ് ഫോളോ ചെയ്യണം. അപ്പോൾ ഓൾറെഡി സാറ്റർഡേ എപ്പിസോഡിന്റെ ഷൂട്ട് കഴിഞ്ഞു. സൺഡേയിലത്തെ ഷൂട്ടിംഗ് അവിടെ തുടങ്ങി. സാറ്റർഡേയിലത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. എനിക്ക് കിട്ടിയ വിവരമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ലാലേട്ടൻ നമ്മുടെ സായി പണപ്പെട്ടി എടുത്തതിനെ കുറിച്ചിട്ടുള്ള ആ ടോപ്പിക്കാണ് പറയുന്നത്. ആ ടോപ്പിക്കിൽ ലാലേട്ടൻ പറയുന്നത് പണപ്പെട്ടിക്കകത്ത് 20 ലക്ഷം രൂപ വരെ പരമാവധി വരുമായിരുന്നു. വെയിറ്റ് ചെയ്യാമായിരുന്നു സായിക്ക്. സായി വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ തുക കൂടി വന്നേനെ. ഒരു പക്ഷേ എന്നല്ല, 20 ലക്ഷം രൂപ വരെ വെക്കാനായിരുന്നു പ്ലാൻ. അത്രയ്ക്കും എമൗണ്ടുകൾ വരാനുണ്ടായിരുന്നു. ആ കാര്യം ലാലേട്ടൻ പറഞ്ഞിട്ട് വീട്ടുകാരോട് സായി എടുത്തതിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം ചോദിക്കുകയാണ്. അപ്പോൾ ജാസ്മിൻ പറയാണ്, പുറത്ത് പോയിട്ട് എനിക്കൊന്ന് സായിയെ കണ്ടതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കണം എന്നുള്ള ലെവലിലാണ് ജാസ്മിൻ മറുപടി കൊടുക്കുന്നത്. സിജോ പറയുന്നത് അവൻ എടുത്തതൊരു മണ്ടത്തരം ആയി പോയി, ഞാൻ അവനോട് ആദ്യമേ പറഞ്ഞതായിരുന്നു എടുക്കേണ്ടെന്ന്. അങ്ങനെ സിജോയും പറയുന്നു. പിന്നീട് അതിനുശേഷം ഈ പറയുന്ന പോലെ സായി പണപ്പെട്ടി എടുത്തതും ആ 20 ലക്ഷം വരെ വരുമായിരുന്നു എന്ന് പറഞ്ഞ അഭിപ്രായമൊക്കെ ചോദിച്ചതിന് ശേഷം അടുത്ത പേർക്കൊരു ആക്ടിവിറ്റി കൊടുക്കുവാണ്. ആ ആക്ടിവിറ്റി എന്താണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. ആ ആക്ടിവിറ്റി എന്താണെന്ന് ഞാൻ പറയുന്നില്ല. ആ ആക്ടിവിറ്റിക്ക് ശേഷം പിന്നീടാണ് എവിക്ഷൻ വരുന്നത്. ലാസ്റ്റാണ് എവിക്ഷൻ വരുന്നത്. എവിക്ഷൻ ഇത്തവണ കുറച്ച് പ്രത്യേകതയുണ്ട്. അതായത് ലാലേട്ടൻ്റെ സ്റ്റേജിലാണെന്നാണ് ഞാൻ അറിഞ്ഞത്. സ്റ്റേജിലോ ലിവിംഗ് റൂമിലോ കൺഫേംഡ് അല്ല. സ്റ്റേജിൽ ഒരു വലിയൊരു ബോർഡുണ്ട്, വലിയൊരു ബോർഡ്. ആ ബോർഡിൽ നമ്മുടെ എവിക്ഷനിലുള്ള കണ്ടസ്റ്റൻസിൻ്റെ എല്ലാവരുടെയും പേരും ഫോട്ടോയും ഉണ്ട്. അർജുൻ, ജിൻഡോ, ജാസ്മിൻ, ഋഷി, സിജോ, ശ്രീതു, നോറ, ഇവരുടെ 7 പേരുടെയും ഫോട്ടോ ഉള്ള ഒരു ബോർഡാണത്. ഈ ബോർഡിൽ ഇവരുടെ ഫോട്ടോ നീക്കുമ്പോൾ അല്ലെങ്കിൽ ഫോട്ടോ മാറ്റുമ്പോഴത്തേക്കും ഒന്നുകിൽ സേവ്ഡ്, ഇല്ലെങ്കിൽ റിസൾട്ട് പെൻഡിങ്, ഇല്ല എന്നുണ്ടെങ്കിൽ എവിക്റ്റഡ്. ഈ 3 എണ്ണത്തിൽ ഏതോ ഒന്നാണ് ഉള്ളത്. അപ്പോൾ ഇത് മാറ്റുന്നതിനനുസരിച്ചിട്ടാണ്. അപ്പോൾ ലാലേട്ടൻ ആദ്യം എന്ത് ചെയ്യുന്നു, നമ്മുടെ അർജുൻ്റെ ഇതാണ് മാറ്റുന്നത്. ഫസ്റ്റ് അർജുൻ സേവ് ആവുന്നു. അർജുൻ്റെ അത് മാറ്റുമ്പോൾ അർജുൻ സേവ്ഡ് ആവുന്നു. ഫസ്റ്റ് അർജുൻ സേവ്. രണ്ടാമത് ജിൻഡോടേതാണ് മാറ്റുന്നത്. ജിൻഡോടത് മാറ്റുമ്പം ജിൻഡോയാണ് സേവ് ആവുന്നത്. മൂന്നാമത് നമ്മുടെ ഋഷിയുടേതോ ജാസ്മിൻ്റെതോ, ഓർഡർ ഞാൻ കറക്റ്റ് പറയുന്നില്ല, ഋഷിയുടേത് മാറ്റുന്നു. അപ്പോൾ ഋഷിയുടെ അവിടെ റിസൾട്ട് പെൻഡിങ് എന്നാണ് കാണിക്കുന്നത്. നാലാമത് ജാസ്മിൻ്റെതാണ് മാറ്റുന്നത്. അപ്പോഴും റിസൾട്ട് പെൻഡിങ് എന്ന് കാണിക്കുന്നു. അഞ്ചാമത് സിജോടത് മാറ്റുന്നു. അപ്പോഴും റിസൾട്ട് പെൻഡിങ് എന്ന് കാണിക്കുന്നു. അതായത് അർജുൻ സേവ്, ജിൻഡോ സേവ്, ഇവർ രണ്ടുപേരും സേവ് ആക്കുന്നു. ജാസ്മിൻ, ഋഷി, സിജോ ഇവരുടെ റിസൾട്ട് നാളെ പറയത്തുള്ളൂ. റിസൾട്ട് പെൻഡിങ് ആയവരുടെ നാളെ പറയത്തുള്ളൂ. പിന്നീട് ബാക്കിയുള്ളത് ആരാ? ശ്രീധുവും നോറയും. ഇവരുടെ 2 പേരുടെ റിസൾട്ട് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുകയാണ്, ഇവർ 2 പേരിൽ ആരായിരിക്കും പോകുന്നത്, വീട്ടുകാർക്ക് എന്താണ് തോന്നുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ അർജുൻ പറയുകയാണ്, എൻ്റെ ആഗ്രഹം ശ്രീധു ഇവിടെ നിൽക്കണം, നോറ പോകണം എന്നതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നു. അടുത്ത് സിജോ പറയുന്നത്, അതെ എനിക്കും അത് തന്നെയാണ്, ശ്രീധു ഇവിടെ നിൽക്കണം, നോറ പോകണം. അടുത്ത് അഭിഷേകിനെ ചോദിക്കുന്നു. അഭിഷേക് പറയുന്നത്, അതെ ശ്രീധു ഇവിടെ നിൽക്കണം, നോറ പോകണം. അപ്പോൾ ഇവർ 3 പേരും സെയിം ഒപ്പീനിയനാണ് പറയുന്നത്. അടുത്ത് ജാസ്മിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ ജാസ്മിൻ പറയുന്നത്, നോറ ഇവിടെ നിൽക്കണം, ശ്രീധു പോകണം, ശ്രീധു കുറച്ച് ആക്റ്റീവ് കുറവ് പോലെയാണ് തോന്നുന്നത്, അപ്പോൾ ശ്രീധു പോകണം, നോറയാണ് ഇവിടെ നിൽക്കേണ്ടതെന്ന് പറയുന്നു. അടുത്ത് ജിൻഡോയോട് ലാലേട്ടൻ ചോദിക്കുകയാണ്, ആരാണ് പോകേണ്ടത്. അപ്പം ജിൻഡോ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ട് അങ്ങോട്ടും പറയുന്നില്ല ഇങ്ങോട്ടും പറയുന്നില്ല, 2 പേരും പോകരുത് എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉത്തരം പറയുമ്പോൾ, മോനെ ഇതൊരു ഗെയിം അല്ലേ, ഏതെങ്കിലും ഒരു ഉത്തരം പറയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ നിർബന്ധിക്കുകയാണ് ജിൻഡോയെ. അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട്, ശ്രീധു പോകണം, നോറ ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ജിൻഡോയും ഒരു ഒപ്പീനിയൻ പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷമാണ് ഈ പറയുന്ന ഫോട്ടോ മാറ്റുമ്പോഴത്തേക്കും ശ്രീധുവിൻ്റെത് റിസൾട്ട് പെൻഡിങ് ആണ്. ശ്രീധുവിൻ്റെത് റിസൾട്ട് പെൻഡിങ്ങും നോറയുടേത് എവിക്റ്റഡും. അങ്ങനെ നോറ ബിഗ് ബോസ് വീട്ടിൽ നിന്നും എവിക്റ്റ് ആവുകയാണ്. ഇത്തവണ ട്വിസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. നോറ ഡയറക്റ്റായിട്ട് ഔട്ടായിരിക്കുകയാണ്. ഇതാണ് ഇന്നത്തെ ശനിയാഴ്ചത്തെ വീക്കെൻഡ് എപ്പിസോഡ് നമ്മൾ TV കാണാൻ പോകുന്നത്. ഓൾറെഡി ഇതിൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞതാണ്. ഇതിനകത്ത് നോറയാണ് എവിക്റ്റ് ആവുന്നത്. ഇനി ഇപ്പോൾ ഓൾറെഡി നമ്മുടെ സൺഡേയിലത്തെ എപ്പിസോഡിൻ്റെ ഷൂട്ടിങ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ ഷൂട്ടിങ്ങിൽ ഈ പറയുന്ന പോലെ ഈ സെറ്റിലെ ഈ സൺഡേ ഷെഡ്യൂളിൻ്റെ ഷൂട്ട് ഇന്ന് വൈകിയാണ് തുടങ്ങിയത്. 3 മണി 3:10 ആയപ്പോഴാണ് ഇത് തുടങ്ങിയത്. അപ്പോൾ അതിനകത്ത് സിജോയുടെ കേക്ക് കട്ടിങ് ഉണ്ട് എന്ന് കേൾക്കുന്നുണ്ട്.
പിന്നെ സിജോയുടെ വീട്ടിൽ നിന്നുള്ള ഒരു ബർത്ത്ഡേ വിഷസിൻ്റെ ഒരു വീഡിയോ, ഒരു കേക്ക് കട്ടിങ് ഒക്കെ കൊണ്ട് അടിപൊളിയാക്കിയിട്ടാണ് സിജോ എവിക്റ്റ് ആവാൻ പോകുന്നത്. സിജോയാണ് എവിക്റ്റ് ആവുന്നതെന്ന് തന്നെയാണ് ഇപ്പോഴും ഞാൻ അറിയുന്നത്. എന്തെങ്കിലും മാറ്റം ഉണ്ടോ നമുക്ക് നോക്കാം. അവസാന നിമിഷം വരെ ട്വിസ്റ്റാണ്. എന്നിരുന്നാലും നോറ ഔട്ടാണ്, നോറ എവിക്റ്റഡ് ആണ്. ആ ഷൂട്ട് കഴിഞ്ഞു. ഓൾറെഡി ഞാൻ നോറ എവിക്റ്റ് ആയ കാര്യം പറഞ്ഞു. അതിൻ്റെ പിന്നിൽ നടന്ന സംഭവങ്ങൾ, നോറ എവിക്റ്റ് ആയ എവിക്ഷൻ മെത്തേഡ്, വീട്ടിൽ നിന്ന് നടക്കുന്ന കാര്യങ്ങൾ, ചോദിക്കുന്ന ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ, അതെല്ലാം ഈ സംഭവമാണ്. ഇനി നാളെ സിജോയുടെ കാര്യമാണ്. അതിനിപ്പം കുറച്ച് മണിക്കൂർ, 2-3 മണിക്കൂറുകളോട് കഴിയുമ്പോൾ സിജോയും ഔട്ടാവും. ശരിക്കും വീട്ടുകാർ ഷോക്കായി പോവും. വീട്ടുകാർ ഫുള്ള് ഷോക്കാവും. എന്താണ് നടക്കുന്നത്? സിജോ ഔട്ടാകുമ്പോൾ എല്ലാവരും വായിൽ കൈവച്ച് പോകും മിക്കവാറും. എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ്, എപ്പോഴാണ്, എങ്ങനെയാണ് നടക്കാൻ പോകുന്നതെന്ന്. പിന്നെ നമ്മുടെ എക്സ് കണ്ടസ്റ്റൻസ് ഒക്കെ ജാൻമണിയും ശ്രീരേഖയും ചെന്നൈയിലെത്തിയെന്ന് കേൾക്കുന്നുണ്ട്. അവരൊക്കെ നാളെ കയറുമായിരിക്കാം. അവർ നാളെ കയറിയിട്ട് മറ്റന്നാൾ മൺഡേ മുതൽ നമുക്ക് കാണാൻ പറ്റും. ഇത്തവണ അറിയാമല്ലോ 5 ദിവസമാണ് ഇവർ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. 5 ദിവസം നിൽക്കും. മൺഡേ വരുന്നവർ 5 ദിവസം, ട്യൂസ്ഡേ വരുന്നവർ 4 ദിവസം, വെനസ്ഡേ വരുന്നവർ 3 ദിവസം, അങ്ങനെ ആ ലെവലിലാണ് നമ്മൾ കാണുന്നത്. അവസാനം എല്ലാവരും കൂടി ഒരുമിച്ചായിരിക്കും ഇറങ്ങുന്നത്. അപ്പം നല്ലൊരു രസമായിരിക്കും. ഇനി ഈ പറയുന്ന പോലെ കണ്ടന്റുകൾക്കൊന്നും ക്ഷാമം ഉണ്ടാവില്ല. പക്ഷേ ഈ പറയുന്ന സിജോയുടെ എവിക്ഷൻ എനിക്ക് ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം കമ്പയർഡ് ടു ദ അതർ കണ്ടസ്റ്റൻസ് ഇൻ ദ ഹൗസ് ഇറ്റ്സ് വെരി അൺഫെയർ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഭയങ്കര ഒരു അൺഫെയർ ആണെന്ന് തോന്നുന്നു. എനിക്ക് ഒത്തിരി പേര് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, കമൻറ്റിൽ പറയുന്നുണ്ടായിരുന്നു സിജോയുടെ എവിക്ഷൻ അൺഫെയർ ആണെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഈ പറയും പോലെ ഇതൊരു ഗെയിമാണ്. നമുക്കൊന്നും പറയാനോ ഒന്നും പ്രവചിക്കാനോ, ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഒരു പ്രഡിക്റ്റബിൾ എവിക്ഷൻ ആണെന്നുണ്ട്, ഒരു ഡബിൾ എവിക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നോറയും റഷ്യയും തന്നെ ആയിരിക്കും. പക്ഷെ ഒരു അൺപ്രഡിക്റ്റബിൾ ആണെങ്കിൽ ആര് വേണമെങ്കിലും പോകുന്നു. പക്ഷെ അത് ഒരിക്കലും ആ അൺപ്രഡിക്റ്റബിൾ സിജോയിലേക്ക് എത്തുമെന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. കാരണം സിജോ ഞാനൊരു ടോപ്പ് 5 ഉറപ്പിച്ച സംഭവമായിരുന്നു. ഞാൻ ടോപ്പ് 5 കരുതുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അത് ഞാൻ വീഡിയോയിൽ ഇപ്പോൾ പറയാനുള്ള ഒരു സമയം. അപ്പം ഞാൻ അതിനകത്ത് സിജോ കാണുമല്ലോ, സിജോയെക്കാളും ഇവിടെ കളിക്കാത്ത ആൾക്കാരുണ്ടല്ലോ, സിജോ ഭയങ്കര വലിയ സംഭവമാണ് എന്നൊരു അഭിപ്രായം എനിക്കില്ല. സിജോയെക്കാൾ കളിക്കുന്നവർ ആ വീട്ടിലുണ്ട്. പക്ഷേ സിജോയെക്കാളും താഴെ നിൽക്കുന്നവരും ഇപ്പോൾ എവിക്ഷനിലുണ്ട്. പക്ഷേ എന്തുകൊണ്ട് അവർ സേവായി? അൻസിബയുടെ എവിക്ഷൻ നമ്മൾ പറഞ്ഞപ്പോഴാണ് നമുക്ക് അൻസിബയുടെ എവിക്ഷനാണ് ഇത്തിരി നമുക്ക് ഞെട്ടലുണ്ടാക്കിയത്. അപ്പോൾ അൻസിബയുടെ എവിക്ഷൻ പോലെ തന്നെ മറ്റൊരു എവിക്ഷൻ ആയിരിക്കും ഈ പറയുന്ന സിജോയുടെ. ഭയങ്കര ഞെട്ടും. കാരണം അൻസിബയും നല്ല അൻസിബ പോകുന്നതിനേക്കാളും മുന്നേ അവിടെ നിന്ന് പോകാനുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അവരും പോയിട്ടില്ല. ഇപ്പോൾ അതേ സിജോയും പോകുന്നു. സിജോ പോകുന്നതിനേക്കാളും മുന്നേ പോകാനുള്ള ആളുകളും അവിടെ ഉണ്ടായിരുന്നു. അവരും പോയിട്ടില്ല. എങ്ങോട്ടാണ് നമ്മുടെ മലയാളി ഓഡിയൻസ് വോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. ഞാൻ ആരുടെയും PR-ൻ്റെയോ ഒരു ഭാഗമല്ല. പക്ഷേ എനിക്ക് കണ്ടപ്പോൾ പറയണമെന്ന് തോന്നി. എല്ലാ വർഷവും നമ്മുടെ മലയാളം ബിഗ് ബോസിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണിത്. ഒരു 80-85 ദിവസം കഴിയുന്നവർ ഒന്നുകിൽ 84-ലോ ഇല്ലെങ്കിൽ 91-ലോ എപ്പോഴെങ്കിലും ഒരു അൺഫെയർ എവിക്ഷൻ നടക്കും. ഇവിടെ ഈ സീസണിൽ എനിക്ക് തോന്നുന്നു അൻസിബ, പിന്നെ ഈ പറയുന്ന സിജോ, ഇവരുടെയൊക്കെ ഒരു അൺഫെയർ എവിക്ഷൻ ആയിരിക്കും. സിജോ എവിക്റ്റ് ആയെന്ന് തന്നെയാണ് കേട്ടോ അറിയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന പോലെ വീണ്ടും ആ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഷൂട്ട് കഴിയട്ടെ. ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാനൊരു 100% കൺഫേംഡ് ആയിട്ട് വരാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.